ഈശോ മിശിഹായിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മൂശാകാല രണ്ടാമത്തെ ശനിയാഴ്ച വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിലെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അവിടെ ഈശോയും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? പ്രത്യക്ഷത്തിൽ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരു നിരാശയുടെ, ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ ഒക്കെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ചോദിച്ചു പോയത് ഈ ചോദ്യം എന്ന് നമുക്ക് തോന്നിപ്പോകാം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്. സ്നേഹിതരെ, അങ്ങനെയല്ല. ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയവർക്ക് ക്രിസ്തു ആരാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ഈ ചോദ്യം. ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ഇന്നത്തെ ദിവസം ഇതിനുത്തരം നമ്മളാണ് കൊടുക്കേണ്ടത്. പ്രത്യക്ഷത്തിൽ നമ്മൾ പറയും ക്രിസ്തുവിന്റെ രക്ഷകനാണ്, ജീവദാതാവാണ്, എന്റെ കൂട്ടുകാരനാണ്, എന്റെ എല്ലാമാണ്. ഒരുപാട് ഉത്തരങ്ങളുണ്ട് സ്നേഹമുള്ളവരെ. എന്നാൽ നമ്മൾ ആന്തരികമായി, ജ്ഞാനാത്മകമായിട്ടൊന്ന് ചിന്തിക്കണം. ഇന്നത്തെ ദിവസം ക്രിസ്തു എനിക്ക് ആരാണ്? ഉത്തരം ഇന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കണ്ടെത്തുമ്പോൾ മാത്രമാണ് അവന് വേണ്ടിയിട്ട് ജീവിക്കാനും അവന് വേണ്ടി പ്രവർത്തിക്കാനും അവന് വേണ്ടി നിലകൊള്ളാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് ഉപരിപ്ലവമായിട്ട് ഒരുപാട് ഉത്തരങ്ങൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലേ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്തു എനിക്ക് ഒന്നുമല്ലാത്തൊരവസ്ഥയാണ്. അവിടെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം പതറിപ്പോകുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആടിയുലയുന്നത് അവിടെയാണ്. ഈ ക്രിസ്തു അനുഭവം സ്വന്തമാക്കിയിട്ടും ക്രിസ്തു ആരാണെന്ന് അനുഭവിക്കാൻ, ഉത്തരം കൊടുക്കാൻ പറ്റാത്തതിന്റെ മറ്റൊരു ചിത്രമാണ് വിശ്വാസരാഹിത്യം. ആയതിനാൽ ഒന്നാമത്തെ ചിന്ത, ക്രിസ്തു എനിക്ക് ആരാണ് എന്ന് കണ്ടെത്താൻ ഇന്ന് സഭാമാതാവ് നിങ്ങൾക്കൊരവസരം നൽകുകയാണ്. 2, ഈശോ പറയണേ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു വികാരിയായി ഞാൻ ഇടവക്കാരോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇടവക്കാർ നൽകുന്ന ഉത്തരം? ദൈവത്തിന് നൽകുന്ന, എന്നെ കുറിച്ച് നൽകുന്ന ഉത്തരം എന്തായിരിക്കും? സ്വയം ഒരു ആത്മപരിശോധനയ്ക്കും ഈ ഒരു ചോദ്യം കാരണമാണ്. ഞാൻ ആരാണെന്നാണ് എന്റെ ജനം പറയുന്നത്. ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ഛൻ ഞങ്ങളുടെ ഫ്രണ്ടാ, അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാ. അതിനപ്പുറത്ത് ഞാൻ ക്രിസ്തുവിന്റെ പുരോഹിതനാണ്. ഈ ഒരു വലിയ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും ദൈവവിളിയിൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. ഇന്ന് ഐഡന്റിറ്റി ക്രൈസിസ് സമർപ്പണ ജീവിതത്തിലും വൈദിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സംഭവിക്കുന്നതിന്റെ കാരണം ഈ ഞാൻ ആരാണെന്നാണ് ആ ഒരു ചോദ്യം, അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ്. ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം, ഞാൻ നിനക്ക് ആരാണ്? ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം, മക്കൾ മാതാപിതാക്കന്മാരോട് ചോദിക്കണം, മാതാപിതാക്കന്മാർ മക്കളോട് ചോദിക്കണം, വികാരി അച്ഛൻ ഇടവക്കാരോട് ചോദിക്കണം. തിരിച്ചും അങ്ങനെ സംഭവിക്കണം. ഇവിടെ നമ്മുടെ വിളി നമ്മൾ മറന്നു പോകരുത്. ഞാൻ ആരാണ്? ഞാൻ കുടുംബനാഥനാണ്, ഞാൻ സമർപ്പിതയാണ്, ഞാൻ ഒരു പുരോഹിതനാണ്. ഇത് മറന്നു പോകുമ്പോൾ നമ്മുടെ വിളിയില് നമുക്ക് അനിശ്ചിതത്വം നേരിടുകയാണ്. അതിനാൽ ഇന്നത്തെ 2ാമത്തെ ചിന്ത, ഞാൻ ആരാണ് എന്ന് തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ കർത്താവിന്റെ ദൈവ പൈതലാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ഉള്ളിലുണ്ടാകുമ്പോൾ, ഞാൻ കർത്താവിന്റെ പുരോഹിതനാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, അവിടെ ആ പുരോഹിതന്റെ മൂല്യങ്ങൾ പേറി, പുരോഹിതന്റെ ദൗത്യവും പേറിയിട്ട് എനിക്ക് എന്റെ ജനത്തെ നയിക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ ഒരു ഉത്തരം കണ്ടെത്തുന്നില്ല എങ്കിൽ എന്റെ ദൈവവിളിയിലെ ഞാനും ക്രൈസിസ് നേരിടുകയാണ്. ഞാനും വിളിക്ക് അർത്ഥം നഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെയാണ് വിളിയിൽ പരാജയം അടുത്തറിയുക. ആയതിനാൽ ഈ 2 ചിന്തകളും നമുക്ക് മനസ്സിൽ കൊണ്ടു നടക്കാം. ഉത്തരം കണ്ടെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈശോ ഇന്നത്തെ വചനഭാഗത്തിലെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമുണ്ട്, നീ ആരാണെന്നാണ്? ഈശോയെ ശിഷ്യന്മാരിൽ പത്രോസ് എടുത്തു ചാടി പറയുന്നു, നീ ദൈവത്തിന്റെ ക്രിസ്തുവാണ്. ഇന്ന് ഈശോയെ പലപ്പോഴും ക്രിസ്തു അനുഭവം സ്വീകരിച്ചിട്ടും നീ ആരാണെന്ന് ഉത്തരം നൽകാനായിട്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയി. ഈശോയെ നിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈശോയെ നീ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ ക്ഷണിച്ചുവല്ലേ, നന്ദി പറയുന്നു. നിന്റെ അനുഭവം സ്വന്തമാക്കിയിട്ട്
നിനക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ളൊരു അഭിഷേകം, നിന്നെ അറിയുവാനുള്ളൊരു അഭിഷേകം, നീ ആരാണെന്ന് കണ്ടെത്തുവാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. ഒപ്പം തന്നെ ഞങ്ങളെ വിളിയെക്കുറിച്ച് ഞങ്ങളൊന്ന് ചിന്തിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന വിളിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഇടവകജനത്തിന് ഞാൻ ആരാണ് എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ, കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുവാൻ ഈശോ ഇനി ഒരുക്കുന്ന ദിവസമാണ്. അല്ല ഈശോയെ, ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയിട്ട് ആ ഉത്തരത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ യാത്ര തുടങ്ങുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.